സോ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എങ്ങനെയാണ് ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യണേ? സോ മ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയുന്ന കാര്യമാണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിൽ സഡൻ ആയിട്ട് അതുപോലെ ഹെറിറ്റബിൾ ആയിട്ട് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടേഷൻ. സഡൻ ആവണം, അതുപോലെ ഹെറിറ്റബിൾ ആയിരിക്കണം. അങ്ങനത്തെ ചേഞ്ചുകളാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കോസസ്, ഈ മ്യൂട്ടേഷൻസ് എന്തുണ്ടാക്കുന്നു? ജനറ്റിക് വേരിയേഷൻ. സോ മ്യൂട്ടേഷൻ ഓർഗാനിസത്തിൽ ജനറ്റിക് വേരിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ നമ്മൾക്കറിയാം മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തതാരാണ്? ഹ്യൂഗോ ഡ്രീവിസ് ആണ് മ്യൂട്ടേഷൻ. നമ്മൾ ഡാർവിൻ്റെ കോൺസെപ്റ്റും നമ്മുടെ ഹ്യൂഗോ ഡ്രീവിസിൻ്റെ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ മ്യൂട്ടേഷനാണ് ജനറ്റിക് വേരിയേഷനിലേക്ക് കാരണമെന്ന് പറഞ്ഞു. സോ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മ്യൂട്ടേഷൻ. എന്താണ് മ്യൂട്ടേഷൻ? സഡനായിട്ട് പെട്ടെന്ന് വരുന്ന ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. എവിടെ വരുന്നത്? ജീനോടൈപ്പിൽ, ഓർഗാനിസത്തിൻ്റെ ജീനുകളിൽ വരുന്ന പെട്ടെന്നുള്ള ഹെറിറ്റബിൾ ആയിട്ടുള്ള മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. മ്യൂട്ടേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് വേരിയേഷൻ, ജീനുകളിൽ മാറ്റം സംഭവിക്കുന്നു. സോ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റാൻഡമാണ്, അതുപോലെ വിത്ത് അഡാപ്റ്റീവ് നീഡ്സ് ഓഫ് എൻ ഓർഗാനിസം. വളരെ റാൻഡമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ. അത് എന്തിനനുസരിച്ചിട്ടാണ് റാൻഡം? വിത്ത് അഡാപ്റ്റീവ് നീഡ്സ്. ആ ഓർഗാനിസത്തിന് അതിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസുമായിട്ട് അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ഒരു നീഡിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ റാൻഡമായിട്ടുള്ള മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നത്. സോ റാൻഡം വിത്ത് അഡാപ്റ്റീവ് നീഡ്സ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ അഡാപ്റ്റീവ് നീഡ് അനുസരിച്ചിട്ട് റാൻഡമായിട്ട് വരുന്ന ചേഞ്ചസുകളാണ് മ്യൂട്ടേഷൻ. അടുത്തത് അണ്ടർ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഈ മാറ്റം വരുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ജീൻസ് വിച്ച് ആർ ഹാംഫുൾ ഓർ ന്യൂട്രൽ. സോ നോർമലുള്ള ഒരു പോപ്പുലേഷനിൽ അവിടെ ഉണ്ടായ എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ജീനുകൾ ഒരുപക്ഷെ ഹാംഫുള്ളായിരുന്ന ജീനുകളായിരിക്കാം. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീനുകൾ ഹാംഫുള്ളായിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ, പ്രത്യേകിച്ച് യാതൊന്നും എടുത്തു പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് ജീനുകളും ആയിരിക്കാം. സോ ഹാംഫുള്ളും അല്ല ഗുണവുമല്ല, അങ്ങനെയുള്ള ജീനുകളുണ്ടാവും, അല്ലെങ്കിൽ ഹാംഫുള്ളായിട്ടുള്ള ജീനുകളും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള ജീനുകൾ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിന് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പക്ഷേ അഡ്വാൻറ്റേജസ് ആയിരിക്കാം. സോ നോർമലി ഉള്ള പോപ്പുലേഷനിലുള്ള ആ ഓർഗാനിസത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചുകൾ ചിലപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറാം. അതിനു മുമ്പ് ആ ഓർഗാനിസം പ്രത്യേകിച്ച് ഹാംഫുള്ളായിരിക്കാം, ചിലപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കാം. ആ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് മാറുമ്പോൾ ഈ പറഞ്ഞ മുമ്പുള്ള ഓർഗാനിസത്തിൻ്റെ ജീനുകൾ ഹാംഫുള്ളോ ന്യൂട്രലോ എങ്ങനെയായിക്കോട്ടെ അവരൊരു പക്ഷേ അഡ്വാൻറ്റേജസ് ആയിട്ട് ഗുണപ്രദമായി മാറിയേക്കാം. എൻവയോൺമെൻറ്റൽ ചേഞ്ച് വരുമ്പോൾ ഈ ജീനുകൾ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡ്വാൻറ്റേജസ് ആണെങ്കിൽ, ഗുണപ്രദമാണെങ്കിൽ അവരിൽ ഒരു പുതിയ ഫീനോടൈപ്പ്, പുതിയൊരു മാറ്റം വരുന്നു. ന്യൂ ഫീനോടൈപ്പ്. നമ്മൾ മൈക്രോബിയൽ എക്സ്പെരിമെൻ്റ് പറഞ്ഞപ്പോൾ പോപ്പുലേഷൻ എ ആണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ മീഡിയ ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ വേരിയേഷൻ വന്നപ്പോൾ പോപ്പുലേഷൻ ബി കൂടുതൽ സർവൈവ് ചെയ്ത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറി. സോ പോപ്പുലേഷൻ ബിയിൽ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? അഡ്വാൻറ്റേജസ് ആയിരുന്നു. അതാണ് പറഞ്ഞത് മൈക്രോബിയൽ എക്സ്പെരിമെൻറ്റിൽ നടത്തിയപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ആ മാറ്റങ്ങൾ ഒരു പുതിയ ഫീനോടൈപ്പായി മാറി. പിന്നീട് കുറേ നാളുകൾ കഴിയുമ്പോൾ എന്താ? അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ റേറ്റ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, ഈ മ്യൂട്ടേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ്, സ്ലോ ആണ്. സോ എങ്ങനെയാണ്? യൂഷ്വലി 1 മ്യൂട്ടേഷൻ ഒക്കേഴ്സ് ഇൻ എ മില്യൺ. ഒരു മില്യണിൽ ഇത്രയും മില്യൺ ഉണ്ടെങ്കിൽ അതിൽ ഒരു മ്യൂട്ടേഷനൊക്കെ സാധാരണ നടക്കുന്നുള്ളൂ. എന്നിരുന്നാലും ആ ഒരു മ്യൂട്ടേഷൻ തന്നെ സഫീഷ്യൻറ്റ് ടു ക്രിയേറ്റ് കൺസിഡറബിൾ ജനറ്റിക് വേരിയേഷൻ. ആ ഒരു 1 മില്യണിൽ ഒരു മ്യൂട്ടേഷൻ തന്നെ സംഭവിച്ചാലും അതെന്തിലേക്ക് ലീഡ് ചെയ്യാം? കൺസിഡറബിൾ ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷനിൽ സംഭവിക്കാം. സോ ജനറ്റിക് വേരിയേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മ്യൂട്ടേഷൻ. സോ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് വേരിയേഷൻ മൂലമുണ്ടാകുന്നതാണ്. സോ ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നു. ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കുന്നു? പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ ഇവല്യൂഷൻ സംഭവിക്കുന്നു. സോ അങ്ങനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്ത് ഒരു ഇവല്യൂഷണറി ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഇവല്യൂഷൻ സംഭവിക്കാനുള്ള ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ തടസ്സപ്പെടുത്തുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന പുതിയ സ്പീഷീസായിട്ട് ഇവല്യൂഷൻ സംഭവിക്കാൻ
പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാക്ടറാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് വേരിയേഷൻ സംഭവിക്കുന്നു, ജീനുകളിൽ മാറ്റം വരുന്നു. ജീനുകളിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജീൻ ഫ്രീക്വൻസി മാറുന്നു. ജീൻ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവുന്നു. ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ പുതിയ സ്പീഷീസിലേക്ക് അത് മാറുന്നു, അതായത് ഇവല്യൂഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതും എന്താ ഒരു ഇവല്യൂഷണറി ഏജൻ്റ് ആണ്.